നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കേരളം ഇനി വി.ഡി. സതീശൻ നയിക്കും. തീരുമാനം ഹൈക്കമാൻഡ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് 11ാം ദിവസമാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത്. കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പെരിനാട് ശാസ്താംകോട്ട സ്വദേശികളാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി പൊതികളാക്കി കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. കരുനാഗപ്പള്ളിയിൽ തഴത്തോടിന്റെ സംരക്ഷണ പദ്ധതികൾ പൂർത്തിയായില്ല. മഴക്കാലത്ത് നീരൊഴുക്ക് സുഗമമാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക. തർക്കത്തെ തുടർന്നാണ് നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കേരളം ഇനി വി.ഡി. സതീശൻ നയിക്കും. തീരുമാനം ഹൈക്കമാൻഡ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് 11ാം ദിവസമാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് അവസാനമായി. മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക്, ജയറാം രമേശ് എന്നിവർ ചേർന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം സംബന്ധിച്ച് ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകളായിരുന്നു നടന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും വസതിയിലായിരുന്നു കൂടിക്കാഴ്ചകൾ. പ്രിയങ്കയും കെ.സി. വേണുഗോപാലുമായിരുന്നു രാഹുലിന്റെ കൂടിക്കാഴ്ച. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, നിരീക്ഷകരുടെ ചുമതലയുള്ള അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരും ജയറാം രമേശുമായിരുന്നു ഖർഗെയുടെ കൂടിക്കാഴ്ച. ഇതിനുശേഷമായിരുന്നു മാധ്യമങ്ങളെ നേതാക്കൾ കണ്ടത്. ഇതിനിടെ രമേശ് ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന 11ാം നാളിലാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമായത്. ഫലം വന്ന് ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു മുതിർന്ന നേതാക്കൾ പറഞ്ഞത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തുടങ്ങിയ അടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷവും തുടരുകയായിരുന്നു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ നിലയുറച്ചു. സംസ്ഥാന വ്യാപകമായും ഡൽഹിയിൽ വരെയും നേതാക്കൾക്ക് വേണ്ടി അണികൾ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. മെയ് 9-ന് വി.ഡി. സതീശനെയും കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും ഒപ്പം കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ദീപാദാസ് മുൻഷിയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ഹൈക്കമാൻഡ് കൈക്കൊണ്ടത്. എന്നാൽ സതീശനും രമേശ് ചെന്നിത്തലയും നിലപാട് കടുപ്പിച്ചതോടെ ഹൈക്കമാൻഡ് അയഞ്ഞു. അന്നും പ്രഖ്യാപനമുണ്ടായില്ല. ഒറ്റപ്പേരിലേക്ക് എത്താൻ വീണ്ടും ചർച്ചകൾ വേണ്ടിവന്നു. അഭിപ്രായം തേടുന്നതിനായി മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരെ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. തൊട്ടു പിന്നാലെ ഇതിൽ അതൃപ്തി അറിയിച്ച വി.ഡി. സതീശൻ പക്ഷം രംഗത്തെത്തി. വർക്കിംഗ് പ്രസിഡന്റുമാർ കെ.സി. പക്ഷത്തെ പ്രബലരാണെന്നും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് അപഹാസ്യമാണെന്നുമായിരുന്നു വി.ഡി. പക്ഷം പറഞ്ഞത്. വിഷയത്തിൽ വി.ഡി. സതീശൻ ഹൈക്കമാൻഡിനെ പ്രതിഷേധവും അറിയിച്ചു. മുഖ്യമന്ത്രി ചർച്ച നീണ്ടതോടെ അതൃപ്തിയുമായി ഘടകകക്ഷികളും രംഗത്തെത്തി. ഏറ്റവും ഒടുവിൽ ബുധനാഴ്ച അന്തിമ തീരുമാനത്തിനായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം രാഹുൽ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ജയറാം രമേശ് ഖാർഗെയുടെ വീട്ടിലെത്തി. തുടർന്ന് പ്രഖ്യാപനം വ്യാഴാഴ്ച ഉണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ രാഹുലിന്റെയും ഖാർഗെയുടെയും വസതിയിൽ നടന്ന യോഗത്തിന് ശേഷം പ്രഖ്യാപനം മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. കരുനാഗപ്പള്ളി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം എങ്ങുമെത്തിയില്ല. തഴത്തോടുകളുടെ ശുചീകരണവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. തോടുകളിലെ മാലിന്യങ്ങളും പുൽപ്പടർപ്പുകളും നീക്കം ചെയ്യാത്തത് കൊതുകുകൾ വളരാൻ കാരണമാകുന്നു. കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നഗരസഭ ശുചീകരണത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഴക്കാലപൂർവ്വ ശുചീകരണത്തോട് പുറംതിരിഞ്ഞ് കരുനാഗപ്പള്ളി നഗരസഭ. നഗരപരിധിയിലെ മിക്ക തഴത്തോടുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ തോടുകൾ പായലുകൾ കൊണ്ടും പുല്ലുകൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ചിലയിടങ്ങളിലാകട്ടെ മാലിന്യങ്ങളും തള്ളിയിരിക്കുന്നു. മഴക്കാലം ആരംഭിച്ച് നീരൊഴുക്ക് തടസ്സപ്പെട്ടാൽ തോടിന്റെ ഇരുവശങ്ങളും വെള്ളക്കെട്ടിലാകും. ഒപ്പം കൊതുകുൾപ്പെടെയുള്ള പ്രാണികൾ പെരുകുന്നതിനാൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. തഴത്തോടുകൾ എത്തിച്ചേരുന്നത് കന്നേറ്റിക്കായലിലേക്കാണ്. അതുകൊണ്ട് തന്നെ കന്നേറ്റിക്കായൽ പോലെയുള്ള വലിയ ജലാശയങ്ങൾ മലിനമാകാനുള്ള സാധ്യതയും ഏറെയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചാൽ മാത്രമേ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി നഗരസഭ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി വവ്വാക്കാവ് പാവുമ്പ റോഡിൽ വാഹനാപകടം. യുവതിക്ക് പരിക്ക്. കാറുകൾ തമ്മിൽ ഇടിച്ചായിരുന്നു അപകടം.
തഴവ മുല്ലശ്ശേരി മുക്കിനും കോട്ടക്കോയിക്കൽ മുക്കിനും മധ്യേയായിരുന്നു അപകടമുണ്ടായത്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോയ കാറുകളിൽ പിന്നാലെ അമിത വേഗതയിലെത്തിയ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന യുവതിക്കാണ് മൂക്കിന് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുനാഗപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തഴവ. 3 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പെരിനാട് ശാസ്താംകോട്ട സ്വദേശികളാണ് ശൂരനാട് പോലീസിന്റെ പിടിയിലായത്. വിൽപ്പനയ്ക്കായി പൊതികളാക്കി കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. വിൽപ്പനയ്ക്കായി കടത്തുകയായിരുന്ന 3 കിലോ കഞ്ചാവുമായാണ് 2 പേർ ശൂരനാട് പോലീസിന്റെ പിടിയിലായത്. പെരിനാട് ചെമ്മക്കാട് രേവതിയിൽ വീട്ടിൽ അഭിലാഷ്, ശാസ്താംകോട്ട രാജഗിരി സന്തോഷ് ഭവനിൽ രാജേഷ് എന്നിവരാണ് പോലീസ് പരിശോധനയ്ക്കിടെ ശൂരനാട് വടക്ക് തെക്കേമുറിയിൽ നിന്ന് കഴിഞ്ഞ രാത്രി 9 മണിയോടെ പിടിയിലായത്. 2 പൊതികളിലായി ബാഗിൽ സൂക്ഷിച്ച് കടത്തുകയായിരുന്നു കഞ്ചാവ്. ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ഡാൻസ് ഓഫ് ടീമും ശൂരനാട് പോലീസും ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇരുവർക്കുമെതിരെ NDPS വകുപ്പ് പ്രകാരം കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ പ്രവർത്തകർ പള്ളിയിൽ നേർച്ച നടത്തി. കരുനാഗപ്പള്ളി ഷേഖ് മസ്ജിദിലാണ് കോൺഗ്രസ് പ്രവർത്തകർ നേർച്ച നടത്തിയത്. പള്ളിയിൽ പ്രവർത്തകർ പട്ടും തിരിയും സമർപ്പിച്ചു. കഴിഞ്ഞ് അതിന്റെ ഫലം വന്നിട്ട് ഇന്ന് 10 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നേതാക്കന്മാരും ഹൈക്കമാൻഡും വളരെയേറെ ചർച്ചകൾ നടത്തിയിട്ടും നാളിതുവരെ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നതിൻ്റെ പ്രതിഷേധമായിട്ട് ഞങ്ങൾ കരുനാഗപ്പള്ളിയിലെ വട നയിച്ച നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുനാഗപ്പള്ളി ഷേഖ് മജീദ് പള്ളിയിൽ ഞങ്ങളുടെ കൂട്ടായുള്ള ഒരു പ്രാർത്ഥന നടത്തുകയാണ്. വി.ഡി. സതീശന് വേണ്ടിയാണ് കരുനാഗപ്പള്ളി ഷേഖ് മസ്ജിദിൽ നേർച്ച നടത്തിയത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന പ്രാർത്ഥനയുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ ഷേഖ് മസ്ജിദിൽ നേർച്ച നടത്തിയത്. പട്ടും തിരിയും നേർച്ചയായി സമർപ്പിച്ചു. പ്രാർത്ഥനയും നടത്തി. അഡ്വക്കേറ്റ് ബാബുരാജ്, തോപ്പിൽ ശിഹാബ്, സലിം പാപ്പാക്കുളങ്ങര, വാവച്ചൻ, മുഹമ്മദ്, ഷിബി എംപിയിൽ, സലാം, ജമാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നേർച്ച നടത്തിയത്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കോടിക്കണക്കിന് വോട്ടർമാർ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ കേരളത്തിലെ നേതാക്കന്മാരും ഹൈക്കമാൻഡുമൊക്കെ കാലതാമസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും താമസിച്ചാൽ ഇത് ഈ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ പടപൊരുതിയ പടനായകൻ ശ്രീ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരായ ഞങ്ങൾ കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദിൽ ഒത്തുകൂടുകയും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ പട്ടും തിരിയും നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു തരത്തിലും ഒരു അടിയറവും വെക്കാത്ത നിലപാടിൻ്റെ രാജകുമാരൻ ശ്രീ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇന്ന് ഹൈക്കമാൻഡിൻ്റെ ചർച്ച നടക്കുകയാണ്. ആ ഹൈക്കമാൻഡിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അവരുടെ മനസ്സിൽ തീർച്ചയായും ഇവിടുത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നല്ല, തീർച്ചയായും വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആ ഉറച്ച നിലപാടുകൾക്കുള്ള ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇന്ന് ഈ മസ്ജിദിൽ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിൽ തഴത്തോടിന്റെ സംരക്ഷണ പദ്ധതികൾ പൂർത്തിയായില്ല. മഴക്കാലത്ത് നീരൊഴുക്ക് സുഗമമാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക. തർക്കത്തെ തുടർന്നാണ് 29ാം ഡിവിഷനിൽ തഴത്തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചത്. തോടിന് ആഴം കൂട്ടാൻ കോരിയെടുത്ത മണൽ തോട്ടിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളി നഗരസഭ 29ാം ഡിവിഷനിൽ 1ാം തഴത്തോടിന്റെ സംരക്ഷണ പദ്ധതികൾ പൂർത്തിയാക്കാനാണ് കഴിയാതെ വന്നത്. ഇതോടെ ജലനിർഗമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന ആശങ്കയും ഉയരുന്നു. നഗരസഭാ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് കരുനാഗപ്പള്ളി നഗരസഭയിലെ പ്രധാന ജലനിർഗമന മാർഗങ്ങളിൽ ഒന്നായ തഴത്തോടിന്റെ നവീകരണ പദ്ധതി നടപ്പാക്കിയത്. തഴത്തോടിന്റെ ഇരുഭാഗങ്ങളും സംരക്ഷണ ഭിത്തി കിട്ടുകയും ആഴം വർദ്ധിപ്പിച്ച് ജലമൊഴുക്ക് സുഗമമാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ വർഷങ്ങളായി അനധികൃത കയ്യേറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്ന തഴത്തോടിന്റെ അതിർത്തികൾ നിശ്ചയിച്ച് കല്ലിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ഇളശ്ശേരി മഠം ക്ഷേത്രത്തിന് കിഴക്കു ഭാഗത്തായി തർക്കത്തെ തുടർന്ന് നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ്. അതനുസരിച്ച് അപ്പുറത്തും അയാളും വേസ്റ്റ് കയ്യേറിയിട്ട് ഈ സ്ഥലത്ത് തന്നെ അയാൾ അവിടെ കക്കൂസ് കൂടി വെച്ച് ഇതെല്ലാം ഈ കയ്യേറിയ ഭൂമിയിലാണ് വെച്ചിരിക്കുന്നത്. അത് നടന്നില്ല. ഇപ്പോഴത്തെ പുതിയ ചെയർമാനും ഭരണസമിതി വരുമ്പോഴത്തേക്ക് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ അതൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അതിൻ്റെ പടിഞ്ഞാറത്ത് സൈഡിൽ നിന്ന് ഒരു 12 ആനിനെയും ഒരു പ്ലാവും വേറെ ചെറിയ ചെറിയ മരങ്ങളും എല്ലാം വെട്ടി മാറ്റിയിട്ട് ഇത് തൊടാൻ ഇവനാണ്
ഇതിന് കെട്ടാൻ വേണ്ടിയിട്ട് വേറെ വാരം തോണ്ടി അപ്പുറത്ത് വന്ന് പടിഞ്ഞാറ സൈഡ് വന്നപ്പോഴത്തേക്ക് അവർ സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോൾ അവർ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് അങ്ങോട്ട് കയറാനൊക്കത്തില്ല. കയറാനൊക്കെ പിന്നെ അങ്ങനെ കെട്ടും. അങ്ങനെ കയറാനൊക്കെ വെച്ച് ചെയർമാൻ്റെ പറഞ്ഞു. ഇതോടെ തോടിന് ആഴം കൂട്ടാനായി കോരിയെടുത്ത മണൽ തോടിനുള്ളിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ്. മഴ ശക്തമാകുന്നതോടെ തോട്ടിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഇത് തടസ്സമായി മാറും. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലെ ജലം വട്ടക്കായലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രധാന തോടുകളിലൊന്നാണിത്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം തടസ്സപ്പെട്ടതോടെ തോടിന്റെ ഇരുകരകളിലുമുള്ള മണ്ണ് തോട്ടിലേക്ക് ഇടിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പരിസരവാസികൾ, അതായത് ഇതിൻ്റെ ഓട നിർമ്മിക്കുന്ന പുരയിടത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് പുരയിടവും വളരെ ആഴത്തിൽ തോട്ടിൻ്റെ ഇതിൻ്റെ എൻഡിൽ വളരെ ആഴത്തിൽ ഇതിനു വേണ്ടി ഫൗണ്ടേഷന് വേണ്ടി JCB വെച്ച് തുറന്ന ഒരു അതേ അവസ്ഥ കിടക്കുകയാണ്. തെക്ക് നിന്ന് പാറ അടിക്കുക വന്നെങ്കിൽ പോലും പെട്ടെന്ന് എന്തോ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് വർക്ക് നിർത്തിവെച്ചു. പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗവും തോടിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള വാനം തോണ്ടിയ പുരയിടത്തിൻ്റെ എല്ലാം ഈ വലിയ മഴയിൽ ആ രണ്ട് ഭാഗത്തു നിന്നുള്ള മണ്ണ് ഭയങ്കരമായിട്ട് വെള്ളത്തിൻ്റെ വരവോട് മഴയിട്ട് കുത്തിയൊലിച്ച് തോട്ടിൽ പോവുകയാണ്. അത് മാത്രമല്ല ഈ വടക്ക് ഭാഗത്തു നിന്നുള്ള മാനത്ത് മഴ കണ്ടു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ വടക്ക് ഭാഗത്ത് വലിയ വെള്ളക്കെട്ട്. ആ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ തോടിൻ്റെ വീതി കുറവുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഈ ഓടപണിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സൈഡിൽ നിന്നുള്ള മണ്ണ് കുറച്ചെടുത്ത് ഈ തോടിൻ്റെ നടുക്ക് തന്നെ വെച്ചിരിക്കുക. അതുപോലെ തന്നെ അവിടെ ഒരു മുട്ട് പോലെ വെച്ച് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ഇന്നലെ കൂടെ മഴയായിരുന്നു. ഇപ്പം പെട്ടെന്നുള്ള വലിയ മഴ വരുന്ന സമയത്ത് ഈ പ്രദേശം മൊത്തം വെള്ളപ്പൊക്കത്തിലാകും. വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മഴ ശക്തമാകുന്നതോടെ സ്ഥിതി കൂടുതൽ വഷളാകും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിൽ നിന്ന് 2000-ഓളം പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. കൊല്ലം മുഖത്തല കണിയാംതോട്ടിലാണ് സംഭവം. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരാണ് സിലിണ്ടറുകൾ പിടിച്ചെടുത്തത്. മുഖത്തല കണിയാൻതോട്ടിൽ നിന്നും സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 2000-ന് മുകളിൽ സിലിണ്ടറുകളാണ് പിടികൂടിയത്. 210-ഓളം നിറ സിലിണ്ടറുകളും ഇതിലുണ്ട്. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരാണ് സിലിണ്ടറുകൾ പിടിച്ചെടുത്തത്. ചിറക്കരയിൽ ഗ്യാസ് ഏജൻസി നടത്തുന്ന യുവതിയുടെ ഗോഡൌണിൽ നിന്നുമാണ് ഇവ പിടികൂടിയത്. അമിതമായ വിലയ്ക്ക് കരിഞ്ചന്തയിൽ വിൽക്കാൻ വേണ്ടിയാണ് ഇത് സൂക്ഷിച്ചിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി SFIയുടെ പ്രതിഷേധം. കൊല്ലത്ത് ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. SFI പ്രവർത്തകന് പരിക്കേറ്റു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ പ്രതിഷേധിച്ചാണ് SFIയുടെ നേതൃത്വത്തിൽ കൊല്ലം ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കൊല്ലം SN കോളേജിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി പ്രയോഗിച്ചു. ഒരു SFI പ്രവർത്തകന് മുഖത്ത് പരിക്കേറ്റു. മറ്റൊരു വാതിലിലൂടെ പോസ്റ്റ് ഓഫീസിനുള്ളിൽ കയറിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. നടന്നു നീങ്ങിയവരുടെ കൊടിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളതെന്ന് ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങളായിട്ട് തല്ലില്ല, പക്ഷേ ഞങ്ങളെ തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തിരിച്ചു തല്ലിയിരിക്കും. അത് ഏത് പോലീസ് സേവാനോട്
ഇപ്പോൾ തന്നെ അറിയിച്ചേക്കൂ. ഇപ്പോ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മാർച്ച് നടത്തിയപ്പോ ഞങ്ങളുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുടെ ഫോട്ടോ ഗ്രൂപ്പിലിട്ടിട്ട് പറഞ്ഞു, ഇവനെ അടുത്ത തവണ കിട്ടിയാൽ തല്ലി ഒതുക്കണമെന്ന്. ഇട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, തല്ലി ഒടിക്കാൻ ലാത്തി പൊക്കുന്നതിന് മുമ്പ് ജീവൻ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ മുന്നേറ്റത്തെ റദ്ദാക്കാൻ അവരുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരം ഉണ്ടാക്കും. അതിന് അരാജകത്വ സമരത്തിന്റെ ഒരു പിൻബലവും ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഒരു കാരണവശാലും ഞങ്ങൾ ഇവിടുത്തെ ക്രമസമാധാനത്തെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ സമരം നടത്തിയത് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും 23 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അത് ചെയ്യാൻ ഞങ്ങൾ ഈ 10 വർഷവുമുണ്ട്, ഇപ്പോഴുമുണ്ട്, നാളെയും ഉണ്ടാകും. സംസ്ഥാന വ്യാപകമായാണ് SFI നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചാത്തന്നൂരിൽ MDMA വേട്ട, മയക്കുമരുന്ന് സംഘത്തലവൻ അറസ്റ്റിൽ. കണ്ണേറ്റ സനോജ് മനസ്സിലിൽ സനോജാണ് അറസ്റ്റിലായത്. ഡാൻസ് ഓഫ് ടീമിലെ ഷെഫീഖിനെ ഇയാൾ കാറ് കൊണ്ടിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. പോലീസുകാരന് ഗുരുതരമായി പരിക്കേറ്റു. കാരങ്കോട് JSM ജംഗ്ഷൻ കിടറുമുക്ക് റോഡിലാണ് സംഭവം നടന്നത്. കാറിൽ MDMAയുമായി പ്രതിയെ ജീപ്പിലും ബൈക്കിലും എത്തിയ ഡാൻസ് ഓഫ് ടീമിലെ പോലീസുകാർ വളയുകയായിരുന്നു. കഴിഞ്ഞ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കാരങ്കോട് SM ജംഗ്ഷൻ കിണറുമുക്ക് റോഡിലായിരുന്നു MDMAയുമായി വന്ന കണ്ണേറ്റ സനോജ് മൻസിലിൽ സനോജിനെ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. MDMAയുമായി എത്തിയ ഇയാളെ ജീപ്പിലും ബൈക്കിലും എത്തിയ ഡാൻസ് ഓഫ് ടീമിലെ ഉദ്യോഗസ്ഥർ വളയുകയായിരുന്നു. ഇതിനിടയിൽ കാർ റിവേഴ്സ് എടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ ഇടിച്ചു വീഴ്ത്തി. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസുകാർ സാഹസികമായി പിടികൂടുകയായിരുന്നു. സ്ഥിരമായി മയക്കുമരുന്ന് കച്ചവടം നടത്തി വന്നിരുന്ന ഇയാൾ നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും വാഹനത്തിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടയിൽ പോലീസിനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ഇയാളിൽ നിന്നും 6 ഗ്രാം MDMA കണ്ടെടുത്തു. സംഭവത്തിൽ ചാത്തന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ KSRTC ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡ് നിർമ്മാണം പുനരാരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ തുടർന്ന് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ദേശീയപാതയും മലയോര ഹൈവേയും സംഗമിക്കുന്ന പ്രധാന ജംഗ്ഷനിലാണ് ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന പുനലൂർ KSRTC ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡ് നിർമ്മാണമാണ് പുനരാരംഭിച്ചത്. ദേശീയപാതയും മലയോര ഹൈവേയും സംഗമിക്കുന്ന ഈ പ്രധാന ജംഗ്ഷനിൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനാണ് അധികൃതരുടെ നീക്കം. പുഴയുള്ള നാട് എന്നർത്ഥം വരുന്ന പുനൽ ഊര് എന്ന സങ്കല്പത്തെ ആസ്പദമാക്കിയാണ് ഐലൻഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നഗരത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളായ തൂക്കുപാലം, 13 കണ്ണറപ്പാലം, പാലരുവിയും കല്ലടയാറും ശബരിമല കവാടം എന്നിവയുടെ മാതൃകകൾ സജ്ജീകരിച്ചുകൊണ്ടാണ് ഐലൻഡ് നിർമ്മിക്കുന്നത്. 5 വർഷം മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണിതെങ്കിലും വിവിധ കാരണങ്ങളാൽ വൈകുകയായിരുന്നു. 2021 വൈദ്യുതി തൂണുകൾ മാറ്റുകയും 22 നാറ്റ്പാക് അധികൃതർ പഠനം നടത്തുകയും ചെയ്തിരുന്നു. PS സുബാൽ MLAയുടെയും നഗരസഭയുടെയും ഇടപെടലിലൂടെ കഴിഞ്ഞ ഡിസംബറിലാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ഏജൻസിയാണ് രൂപരേഖ തയ്യാറാക്കി നിർമ്മാണം നടത്തുന്നത്. ഏകദേശം 15 ലക്ഷം രൂപയാണ് ചിലവ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കാരണം നിർത്തിവെച്ചിരുന്ന പ്രവൃത്തികൾ ആരംഭിക്കുകയും വരും ദിവസങ്ങളിൽ തന്നെ ഐലൻഡ് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഐലൻഡ് പൂർത്തിയാകുന്നതോടെ KSRTC ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരു പരിധിവരെ ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നഗരവാസികൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുസ്ഥലത്ത് ശൗചാലയ മാലിന്യം തള്ളുന്ന സംഘം പിടിയിൽ. ചാരുമൂട് നൂർനാട് സ്വദേശികളാണ് എഴുകോൺ പോലീസിന്റെ പിടിയിലായത്. ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറകൾ നശിപ്പിച്ച ശേഷം മാലിന്യം തള്ളുകയായിരുന്നു. പഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറകൾ നശിപ്പിച്ച ശേഷം ശുചിമുറി മാലിന്യം തള്ളിയ സംഘത്തെയാണ് എഴുകോൺ പോലീസ് പിടികൂടിയത്. ചാരുമൂട് ചുനക്കരത്തേക്ക് തറയിൽ പടിയിട്ടതിൽ അജിത്ത് സലീം, നൂർനാട് ആദിക്കാട്ടുകുളങ്ങര കണ്ടേരത്ത് വീട്ടിൽ ആദിൽ മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. മാർച്ച് 31-നായിരുന്നു സംഭവം. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ കരീപ്പറ പഞ്ചായത്ത് തളവൂർ കോണത്ത് സ്ഥാപിച്ചിരുന്ന ക്യാമറകളും കേബിളുമാണ് സംഘം നശിപ്പിച്ചത്. ദിവസങ്ങൾക്ക് ശേഷം പ്രദേശത്ത് മാലിന്യം തള്ളുകയും ചെയ്തു. പഞ്ചായത്ത് അധികൃതർ മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ക്യാമറകളും കേബിളും നശിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് എഴുകോൺ പോലീസിൽ പരാതി നൽകി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. പ്രധാന വാർത്തകൾ വീണ്ടും.
വി.ഡി. സതീശൻ നയിക്കും. തീരുമാനം ഹൈക്കമാൻഡ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് 11ാം ദിവസമാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത്. കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പെരിനാട് ശാസ്താംകോട്ട സ്വദേശികളാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി പൊതികളാക്കി കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. കരുനാഗപ്പള്ളിയിൽ തഴത്തോടിന്റെ സംരക്ഷണ പദ്ധതികൾ പൂർത്തിയായില്ല. മഴക്കാലത്ത് നീരൊഴുക്ക് സുഗമമാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക. തർക്കത്തെ തുടർന്നാണ് നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.